Not every interrogation need noise. എപ്പോഴും അടിയിടിയൊന്നും വേണ്ട. Sometimes silence can break you faster. Alright, let's talk about Blueberry Inn. ഭാവന സ്റ്റുഡിയോസിന്റെ പ്രൊഡക്ഷനിൽ റിലീസായ ഒരു ത്രില്ലർ ഷോർട്ട് ഫിലിമാണിത്, വിച്ച് ഇസ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ പവി പോൾ. ആൻഡ് ഐ ഗെസ് ഇറ്റ്സ് ബീൻ ജസ്റ്റ് 2 to 3 വീക്സ് ഇത് റിലീസ് ആയിട്ട്. ബ്ലൂബെറി എന്ന് പറയുന്ന ഒരു കേരള ലോഡ്ജ്, അവിടെ ഒരു റൈറ്റർ മർഡർഡ് ആവുന്നു ആൻഡ് ഫോളോഡ് ബൈ അവിടെ താമസിക്കുന്ന എല്ലാവരും, എവ്രി വൺ ഫോൾസ് അണ്ടർ സസ്പീഷൻ, വിച്ച് ഇസ് ഫോളോഡ് ബൈ ഇന്ററോഗേഷൻ. എനിക്ക് ഈ ഷോർട്ട് ഫിലിമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഇന്ററോഗേഷൻ സെഷൻസ് ആണ്. അതായത് ഭയങ്കര ഇന്റൻസ് ആണ്. ലൈക്ക് കുറച്ച് ഒച്ചപ്പാടുണ്ടാക്കി ലൗഡ്നെസ് കുറെ കൊണ്ടുവന്ന് കുറെ ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങനെയല്ല, ഭയങ്കര പോസസും സട്ടിൽ ക്വസ്റ്റ്യൻസും ചോദിച്ച് കാണുന്ന നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് തരുന്നത് പോലെയാണ്. ലൈക്ക് നമ്മളൊന്ന് ആലോചിക്കണം, ഈ മുന്നിലിരിക്കുന്ന ആള് സത്യമാണോ പറയുന്നത് അതോ ഇയാള് കള്ളമാണോ പറയുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് കാണുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഓൾസോ എന്താണ് ശരിക്കും സംഭവിച്ചത് അതും നമ്മൾ ചിന്തിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കും. ഇതിലൊരു സൈക്കോളജിസ്റ്റിന്റെ റോൾ ഉണ്ട്, എനിക്കത് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു റോളും ആ ഒരു വ്യക്തിയുടെ ഇന്ററോഗേഷൻ സ്റ്റൈലുമാണ് ശരിക്കും ഈ ഒരു ഷോർട്ട് ഫിലിമിന് ആ ഒരു ഡിഫറൻസ് കൊണ്ടുവന്നത്. ഐ തിങ്ക് ദാറ്റ് റോൾ ഇസ് ഡൺ നൈസ്ലി. ആൻഡ് ആക്ച്വലി അധികം ആരും ഈ ഷോർട്ട് ഫിലിം റെക്കമെൻഡ് ചെയ്ത് ഞാൻ എവിടെയും കണ്ടില്ല. ഹാർഡ്ലി ഇതൊരു 26 മിനിറ്റ്സേ ഉള്ളൂ, പക്ഷെ എനിക്ക് ആ ഒരു 26 മിനിറ്റിൽ ഐ ഫെൽറ്റ് ഇറ്റ്സ് എൻഗേജിങ്. സോ നിങ്ങൾക്ക് ഒരു 26 മിനിറ്റ്സ് സ്പെയർ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്.